നാട്ടുകാരെ മുഴുവൻ ഈ പോലീസിന്റെ ഒപ്പം നിന്നതാണ്. ഈ കഴിഞ്ഞ 40 മണിക്കൂർ ഈ നാട്ടിൽ ആരെങ്കിലും വ്യത്യസ്തമായിട്ട് നിന്നിട്ടുണ്ടോ? പോലീസിനെ ഏതെങ്കിലും തരത്തിൽ പോലീസിനെ സഹായിക്കാനല്ലാതെ ഏതെങ്കിലും ഈ നാട്ടിലെ ആളുകൾ, ഈ നെന്മാറ പരിസരത്തെ ഏതെങ്കിലും ആളുകൾ വ്യത്യസ്തമായിട്ട് നിന്നിട്ടുണ്ടോ? ഇവിടെ വന്നപ്പോണ്ടായ സംഭവം നിങ്ങളൊക്കെ കണ്ടതല്ലേ? എത്ര പ്രയാസം ഉണ്ടായിട്ടുള്ളത്? പെപ്പർ സ്പ്രേ അടിച്ചിട്ടാണ്. ഈ ജനകീയ പ്രതിഷേധം നിയന്ത്രിക്കേണ്ടത് പോലീസിന്റെ ഉത്തരവാദിത്തമാണ്. അവർക്ക് അത് ചെയ്യാൻ നിർവാഹമില്ല. ജനകീയ പ്രതിഷേധം പോലീസ് നിയന്ത്രിക്കുന്ന ഇങ്ങനെയാണോ? ഇതുപോലെയാണോ? ഇത്ര ആളുകൾ ഈ നാട്ടിൽ 2 ആൾ മരണപ്പെട്ടതാണ്, 2 പേര് മരണപ്പെട്ടതാണ്. ഇതിന്റെ അകത്ത് വന്നിട്ട് ആരെ കഴിഞ്ഞ 29 മുതൽ ഇവിടെ ഉണ്ടായിരുന്നില്ലേ? സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യേണ്ട ആളാണ്. നിങ്ങൾ മോശമാക്കുന്ന സമീപനം പറയാൻ പാടില്ല. ഗോകുൽ കേൾക്കാമെങ്കിൽ എന്താണ് ഒരു രാഷ്ട്രീയ പ്രശ്നമായി മാറുന്നുണ്ടോ? ഈ DCC സെക്രട്ടറി KG എൽദോ, അതായത് കോൺഗ്രസിന്റെ പ്രവർത്തകരാണ്. DCC സെക്രട്ടറി KG എൽദോ ആണ് ഇത്തരത്തിൽ പോലീസ് മോശമായി പെരുമാറി, അതായത് പെപ്പർ സ്പ്രേ പ്രയോഗിച്ചു എന്ന് പറഞ്ഞ് ഇത്തരത്തിലൊരു പ്രശ്നം ഉണ്ടാക്കുന്നു. സ്വാഭാവികമായും ദിവീഷ് സൂചിപ്പിച്ച പോലെ തന്നെ ഒരു രാഷ്ട്രീയ പ്രശ്നമായി തന്നെ നിലനിൽക്കുന്നു എന്നുള്ളതാണ്. ഈ 2 നേതാക്കന്മാരുടെയും പ്രതികരണത്തിൽ നമുക്ക് അതിൻ്റെ രാഷ്ട്രീയം വ്യക്തമായി തന്നെ കാണാൻ കഴിഞ്ഞു. DCC പ്രസിഡന്റ് എൽദോ പറയുന്നത് ഇത്തരത്തിൽ ഈ ഉദ്യോഗസ്ഥർ പോലീസ് ഉദ്യോഗസ്ഥർ പ്രവർത്തകരോട് അല്ലെങ്കിൽ ഈ ജനങ്ങളോട് മോശമായി പെരുമാറി എന്നാണ് പറയുന്നത്. ഏതായാലും ഒരു തർക്കത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. DCC സെക്രട്ടറി എൽദോ പോലീസും തമ്മിലൊരു തർക്കത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ്. ഇത്തരത്തിൽ പോലീസ് ഈ വിഷയം സമചിത്തതയോടെ കൈകാര്യം ചെയ്തില്ല എന്നുള്ളതാണ് കോൺഗ്രസ് ആരോപിക്കുന്നത്. അതോടൊപ്പം തന്നെ CPMന്റെ ഭാഗത്തു നിന്ന് അപ്പോൾ നെന്മാറ MLA K ബാബു അടക്കം പറഞ്ഞത് പോലീസ് ചെയ്തത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇത്തരത്തിൽ കാര്യക്ഷമത അളക്കുന്ന രീതിയിലാണ് പോലീസ് വളരെ കാര്യക്ഷമമായി തന്നെ പ്രതിയെ പിടികൂടി. ജനങ്ങളുടെ ഭാഗത്തു നിന്നുള്ള പ്രതിഷേധം സ്വാഭാവികമാണ്, അതിനെ പോലീസ് നിയന്ത്രിച്ചു അല്ലെങ്കിൽ സ്വാഭാവികമായി ചെയ്തു എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. അതേസമയം തന്നെ കോൺഗ്രസ് പ്രവർത്തകർ, കോൺഗ്രസ് DC സെക്രട്ടറി അടക്കമുള്ളവർ ഇവിടെ എത്തി പോലീസുമായി തന്നെ ഇത്തരത്തിലൊരു പ്രതിഷേധം എന്നുള്ള രീതിയിൽ തന്നെയാണ് നീങ്ങുന്നത്. പോലീസുമായി ഇത്തരത്തിലൊരു വാക്ക് തർക്കം ഏർപ്പെടുകയാണ്. ഈ പ്രവർത്തകരെ ഇത്തരത്തിൽ പെപ്പർ സ്പ്രേ പ്രയോഗിച്ചു എന്നുള്ളതാണ് ഇവർ ആക്ഷേപമായി ഉന്നയിക്കുന്നത്. കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് വിനോദ് അടക്കമുള്ളവർ ഇവിടെയുണ്ട്. അല്ലെങ്കിൽ ഇവരെ ഇത്തരത്തിലൊരു പ്രതിഷേധം എന്നുള്ള രീതിയിൽ തന്നെ നീങ്ങുകയാണ്. ഇത്തരത്തിൽ പോലീസ് അനാവശ്യമായി പലരെയും കൈകാര്യം ചെയ്തു, പെപ്പർ സ്പ്രേ ഉപയോഗിച്ചു, അത്തരത്തിലുള്ള ആക്ഷേപമാണ് ഇവർ ഉന്നയിക്കുന്നത്. ഗോകുൽ, ഇപ്പോൾ MLA ഇടപെട്ട് കാര്യങ്ങളൊക്കെ പരിഹരിച്ചു എന്ന് പറഞ്ഞതിന്റെ തൊട്ട് പിന്നാലെയാണ് കോൺഗ്രസ് നേതാക്കളൊക്കെ പ്രതിഷേധവുമായി എത്തുന്നത്. ജനങ്ങളുടെ ഒരു പ്രതികരണവും ഇതിലുണ്ടാകാം. രാഷ്ട്രീയം കളികൾ നമ്മൾ സ്വാഭാവികമായിട്ടും എന്തിലും കാണാറുള്ളതാണ്, അതും സംഭവിച്ചേക്കാം. എന്തായാലും ജനങ്ങളുടെ ഭാഗത്തൊരു പ്രതിഷേധമുണ്ട്. കാരണം അവർ ഇത്രയും ഇതിൻ്റെ ഈ തെരച്ചിലിനുമൊക്കെ കൂടെ നിന്നതാണ്. ലാത്തി ചാർജിന് ശേഷം പെപ്പർ സ്പ്രേ പ്രയോഗിക്കുന്ന സാഹചര്യം ഉണ്ടായതാണ് ജനങ്ങളെ വല്ലാതെ പ്രകോപിപ്പിച്ചതും. MLAയുടെ ആ വാക്കുകളിലൊക്കെ എല്ലാവരും ശാന്തരായി കേട്ട് പിന്മാറാൻ ശരിക്കും തയ്യാറായിരുന്നോ, അതോ ഇതുപോലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടായിരുന്നോ? അതായത് MLA K ബാബു, നെന്മാറ MLA K ബാബു ഇടപെട്ടുകൊണ്ട് ഈ പ്രശ്നങ്ങൾ പരിഹരിച്ച് അല്ലെങ്കിൽ ഒരു വിഭാഗത്തെ പറഞ്ഞ് സമാധാനിപ്പിച്ച് വിട്ടിട്ടുണ്ട്. അതല്ലെങ്കിൽ അദ്ദേഹം വന്നതിന് ശേഷം ഈ പ്രവർത്തകരെ അല്ലെങ്കിൽ ഈ ജനങ്ങളോട് സംസാരിച്ചതിന് ശേഷമാണ് സംഘർഷത്തിന് നേരിയ അയവെങ്കിലും വന്നത്.
അതിനുശേഷം ഇപ്പോൾ അദ്ദേഹം അതിനുശേഷം പോലീസ് സ്റ്റേഷനുള്ളിലേക്ക് ഈ വളപ്പിലേക്ക് കയറി. അതോടൊപ്പം തന്നെ കോൺഗ്രസ് പ്രവർത്തകരും അതിന് പിന്നാലെ ഈ വളപ്പിലേക്ക് കയറി. അതിനുശേഷം MLAയുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണങ്ങൾ നമ്മൾ കണ്ടതാണ്. ഈ പ്രശ്നം പരിഹരിച്ചു അല്ലെങ്കിൽ പരിഹരിക്കുകയാണ്, ജനങ്ങൾക്ക് ഇത് കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാകും, അവരോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്, നിയമ സംവിധാനത്തെ അംഗീകരിക്കുന്നവരാണ് നെന്മാറയിലുള്ളവർ എന്നുള്ള പരാമർശമൊക്കെ അദ്ദേഹം നടത്തി കഴിഞ്ഞതിന് ശേഷമാണ് കോൺഗ്രസ് പ്രവർത്തകർ ഇവിടെ എത്തുകയും ഒരു പ്രതിഷേധം എന്നുള്ള രീതിയിൽ തന്നെ അവർ പറയുകയും ചെയ്തു. പോലീസുമായി വാക്കുതർക്കത്തിൽ ഏർപ്പെടുകയും ചെയ്തത്. പോലീസ് അനാവശ്യമായി ബലം പ്രയോഗിച്ചു, പെപ്പർ സ്പ്രേ പ്രയോഗിച്ചു എന്നുള്ള ആക്ഷേപമാണ് അവർ പറയുന്നത്, കോൺഗ്രസ് പ്രവർത്തകർ ഉന്നയിക്കുന്നത്. ദിവിഷ് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഒരു രാഷ്ട്രീയ വിഷയമായി തന്നെ ഇത്തരത്തിൽ മാറുകയാണ്. നേരത്തെ നമ്മൾ കണ്ടത് ജനങ്ങളുടെ ഭാഗത്തു നിന്നുള്ള സ്വാഭാവിക പ്രതിഷേധമാണ്. അത് സ്വാഭാവികമായതിൻ്റെ കാരണം തങ്ങളുടെ ഒരു പ്രദേശത്തെ ആകെ തന്നെ ഭീതിയിലാഴ്ത്തി ഒരാളെ പിടികൂടി എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്രതിഷേധമാണ്. പക്ഷേ അതിനുശേഷം ഇപ്പോൾ സ്വാഭാവികമായും ഇപ്പോൾ കോൺഗ്രസ് പ്രവർത്തകരും അതോടൊപ്പം തന്നെ നെന്മാറ MLA കെ ബാബു അടക്കമുള്ളവരിവിടെ എത്തുകയും ഇതൊരു പ്രതിഷേധം അല്ലെങ്കിൽ ഒരു ഭാഗത്ത് നിന്ന് അനുനയ ശ്രമം നടക്കുന്നു, അല്ലെങ്കിൽ മറുഭാഗത്ത് പിന്നെയും പ്രശ്നങ്ങളുണ്ടായി. പക്ഷേ അനുനയ ശ്രമങ്ങൾ ഏകദേശം വിജയം കണ്ടതാണ്. ജനങ്ങൾ പിരിഞ്ഞു പോകാനൊക്കെ തയ്യാറായി, അല്ലെങ്കിൽ അത്തരത്തിലൊരു സംഘർഷത്തിന് അയവ് വന്നൊരു സാഹചര്യവും ഉണ്ടായതാണ്. ഇപ്പോൾ വീണ്ടും അല്ലെങ്കിൽ ഇവിടേക്ക് ചെറിയൊരു ബഹളം ഈ പുറത്ത് ഉണ്ടാകുന്നു എന്നുള്ളതാണ്, ഗേറ്റിന് പുറത്തെ നേരിയ രീതിയിലുള്ളൊരു ബഹളം ഉണ്ടാകുന്നു എന്നുള്ളതാണ്. പക്ഷേ രംഗം ആദ്യം നല്ല രീതിയിൽ തന്നെ ശാന്തമായതാണ്, വീണ്ടും അത് പ്രതിഷേധവുമായി തന്നെ വരുന്നു. കോൺഗ്രസ് പ്രവർത്തകർ ആരോപിക്കുന്ന ഒരു കാര്യം തങ്ങളെ പെപ്പർ സ്പ്രേ ഉപയോഗിച്ച് ജനങ്ങളെ പോലീസ് നേരിട്ടു എന്നുള്ളതാണ്. അതൊരു ആക്ഷേപമായാണ് അവർ ഉന്നയിക്കുന്നത്. അതേസമയം നെന്മാറ MLA കെ ബാബു അടക്കമുള്ളവർ പറഞ്ഞത് പോലീസ് സമചിത്തത്തോടെ ഈ ഒരു വിഷയത്തെ കൈകാര്യം ചെയ്തു. അവർ ഇത്തരത്തിൽ പോലീസുമായി അല്ലെങ്കിൽ പോലീസിന്റെ നിയമ സംവിധാനത്തെ അംഗീകരിക്കുന്നവരാണ് നെന്മാറയിലുള്ളവർ, അത് ചെയ്യും അല്ലെങ്കിൽ അത്തരത്തിൽ തന്നെ മുന്നോട്ട് പോകും എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത്. ഇപ്പോൾ പുറത്തേക്ക് ചെറിയ രീതിയിലുള്ള ഒരു സംഘർഷം അല്ലെങ്കിൽ നേരിയ രീതിയിലുള്ള സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ്. നെന്മാറയിൽ വീണ്ടും ഒരു സംഘർഷ സാഹചര്യം ഉടലെടുക്കുന്നു. കോൺഗ്രസ് നേതാക്കളൊക്കെ വലിയ പ്രതിഷേധം രേഖപ്പെടുത്തിയിരുന്നു. പെപ്പർ സ്പ്രേ ഉപയോഗിച്ചതിൽ അവരുടെ ഒരു പ്രതിഷേധം അറിയിക്കുകയായിരുന്നു. പോലീസുമായി വീണ്ടും ഒരു വാക്പോരിലേക്ക് കാര്യങ്ങൾ പോയി.